ഭാരതത്തിലെ മറ്റൊരു വലിയ വിഷയം, ഞാൻ ആ ബോർഡിന്റെ പേരേ പറയില്ല, 4 ആംഗ്ലേയ അക്ഷരങ്ങളിൽ ഒതുങ്ങുന്ന ഒരു കിരാതം. ഒരു ബോർഡും ഇവിടെ തണ്ടല്ലോടുകൂടി നിൽക്കില്ല, ആ തണ്ടല് ഞങ്ങൾ ഊരിയിരിക്കും. ഒരു കേന്ദ്രമന്ത്രിയുടെ വാക്കുകളാണിത്. പോ പുല്ലേ എന്ന് മുഖത്ത് നോക്കി ഇദ്ദേഹത്തിന്റെ തന്നെ സിനിമാ ഡയലോഗ് കടമെടുത്ത് ഇദ്ദേഹത്തോട് തന്നെ പറയേണ്ടി വരുന്ന ചില നിമിഷങ്ങളിലൂടെയാണ് കേരളീയർ കടന്നു പോകുന്നത്. കാരണം BJPക്ക് ആദ്യമായി കേരളത്തിൽ ഒരു സീറ്റ് കിട്ടുകയും അങ്ങനെ തൃശ്ശൂർക്കാർ ഇദ്ദേഹത്തെ ബൈ മിസ്റ്റേക്ക് വിജയിപ്പിക്കുകയും ചെയ്തത് വളരെ നഷ്ടമായി പോയി എന്ന് അവർ തന്നെ ചിന്തിക്കുകയും തോന്നുകയൊക്കെ ചെയ്യുന്ന രീതിയിലാണ് പിന്നീട് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായത്. ഒരുപക്ഷെ ഞങ്ങൾ അധികാരത്തിൽ വരും, ഞങ്ങൾക്ക് ഇവിടെ മറിച്ചിടാൻ പറ്റും എന്നൊക്കെ കരുതിയായിരിക്കാം ഇദ്ദേഹം അങ്ങ് പോയതെങ്കിൽ ഒരു ചുക്കും ഇദ്ദേഹത്തിന് കേന്ദ്രത്തിൽ പോയി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പോലും ജനങ്ങൾക്ക് തികച്ചും മടിപ്പ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹം കേന്ദ്രത്തിലേക്ക് ഓടിപ്പോയി എന്തൊക്കെയോ ആവശ്യപ്പെട്ടു. ഞാനിവിടെ എയിംസ് കൊണ്ടുവരും, മറ്റേതാക്കും, തിരിച്ചാക്കും. എന്നാൽ ഇക്കഴിഞ്ഞ ബഡ്ജറ്റിൽ കേരളത്തിന് തികച്ചും തഴഞ്ഞുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റായിരുന്നു വന്നത്. എന്തിലധികം ഇത്രയും വലിയ നൂറുകണക്കിന് ആളുകൾ വയനാട്ടിൽ ഒരു ഉരുൾപൊട്ടിൽ ഇങ്ങനെ ദുരന്തം അനുഭവിച്ച് മരണപ്പെട്ട് മണ്ണിലടിയിൽപ്പെട്ടിട്ട് നമുക്ക് ഇവിടെ ഒരു സീറ്റ് നേടിയ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിട്ട് എന്തെങ്കിലും ഒരു പ്രയോജനം അതുകൊണ്ട് കേരളീയർക്ക് കിട്ടിയോ? അതായത് BJPയുടെ എക്കാലത്തെയും നയമാണ് കേരളത്തെ അവഹേളിക്കുകയും കേരളത്തെ ഒരു പരിഗണിക്കാതെ മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഈ അടുത്ത കാലത്ത് കേൾക്കുന്ന ഒരു വിഷയമാണ്. കേരളത്തിന് ലഭിക്കേണ്ട ചില ആനുകൂല്യങ്ങൾ പോലും, കേരളത്തിന്റെ വിഹിതം പോലും കേന്ദ്രത്തിൽ നിന്ന് വൈകിപ്പിക്കുകയും കേരളത്തെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. അതായത് ചാണകം ചവിട്ടിയാൽ അവൻ പോകുന്ന വഴിയിലൊക്കെ അതിൻ്റെ കലയുണ്ടാകും എന്ന് പറഞ്ഞതുപോലെ ഈ സാധനത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഒരാൾ വൃത്തികേടാവുന്നതിൻ്റെ, ഏതൊരു മതത്തെയും അവഹേളിക്കുവാനും കുറ്റം പറയുവാനും നിന്ദിക്കുവാനും പറ്റും എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വഖഫ് ബോർഡിനെ കുറിച്ചുള്ള ഈ സുരേഷ് ഗോപിയുടെ പരാമർശം എന്ന് പറയാതെ വയ്യ. ഒരു കേന്ദ്രമന്ത്രി, മതങ്ങളെ ബഹുമാനിക്കണമെന്ന് ജനങ്ങളോട് പറയേണ്ടുന്ന മന്ത്രി, മതങ്ങളുടെ ചിഹ്നങ്ങളെയും വഖഫിനെയും ഒക്കെ അനാദരവോടുകൂടി അവതരിപ്പിക്കുകയും ഇങ്ങനെ ജനങ്ങൾക്ക് മുന്നിൽ അവഹേള്യനാവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ നമ്മൾ കാണുന്നത്. ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള പല വാർത്തകളും പ്രസംഗങ്ങളും ഡയലോഗുകളൊക്കെ പലപ്പോഴായി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അറപ്പ് തോന്നുന്ന ഈ കേരളീയ മണ്ണിൽ വന്ന് ഇദ്ദേഹം ഇങ്ങനെ വഖഫ് ബോർഡ് കിരാതമാണ്, വഖഫ് എന്നത് എടുത്തു മാറ്റും എന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിൽ അവഹേളിക്കുന്ന, മതങ്ങളെ നിന്ദിക്കുന്ന രീതിയിലുള്ള സംസാരിക്കുമ്പോൾ ഇദ്ദേഹം ഇനി ജീവിതത്തിൽ തൃശ്ശൂരിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഇദ്ദേഹത്തോട് പറയാനുള്ളത്. കേന്ദ്രമന്ത്രിയൊക്കെ ആയി ചമഞ്ഞ് അതും സഹയായി പോയതിൽ തന്നെ അദ്ദേഹത്തിന് വലിയ വിഷമം വന്നു. ഇദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി കൊടുത്തില്ല എന്നുള്ളതാണ്. ഇദ്ദേഹം ഈ പ്രവൃത്തിയിൽ തന്നെ മനംനൊന്ത സുരേഷ് ഗോപി ഇദ്ദേഹത്തിന് കേരളത്തിൽ എന്തൊക്കെയോ ചെയ്യാൻ കഴിയുമെന്ന് കരുതി പോയെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഞാൻ സിനിമയിലേക്ക് മടങ്ങുകയാണ്, എനിക്ക് ഈ വർഷം ഒരുപാട് പ്രൊജക്റ്റുകൾ 10-30ഓളം സിനിമകൾ ചെയ്യാനുണ്ട്. പരസ്യമായി അങ്ങ് പ്രസംഗിക്കുകയാണ്. ഇനി അഥവാ അതിൻ്റെ പേരിൽ എന്നെ കേന്ദ്രം അങ്ങ് പിരിച്ചുവിടുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. കാരണം ഇദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ ഒരു ചുക്കും കേന്ദ്രത്തിൽ പോയി നേടാൻ കഴിയുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അവിടെ ഒരു വിലയുമില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായ ഒരു മനോവിഷമത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സംസാരം വന്നത്. എന്നാൽ ഈ വാക്കുകളൊക്കെ വിവാദമാകുകയും താങ്കൾക്ക് ഇവിടെ സിനിമ ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല, അതൊക്കെ ഇവിടുത്തെ നിയമത്തിനെതിരാണെന്നും ഒരു സിനിമയും ചെയ്യാൻ പറ്റില്ല, തൽക്കാലം ആ ഫയൽ അമിത്ഷാ അങ്ങോട്ട് മാറ്റിവെച്ചു, ഒരു സൈഡിലേക്ക് എറിഞ്ഞു എന്ന് പറഞ്ഞ വാദം പോലും BJP കേന്ദ്രത്തിന് അതൊരു വലിയ വേദനയുണ്ടാക്കുകയും അങ്ങനെ സുരേഷ് ഗോപി അവർ തന്നെ തളർത്തുകയും ചെയ്തു എന്നുള്ളതാണ്. മാസങ്ങൾക്ക് ശേഷം കൊല്ലത്തിൽ ഒരു സിനിമ ചെയ്യാമെന്ന് അമിത്ഷായും അതുപോലെ മോഡി തന്നെ നേരിട്ട് വിളിച്ച് പറയുകയും അങ്ങനെ അദ്ദേഹത്തിന് ഇപ്പോൾ
ഒരു ജോലിയുമില്ലാതെ ഇങ്ങനെ നടക്കുന്നു എന്ന് തോന്നിയപ്പോൾ കുറെ വർക്കുകൾ കൊടുത്തു. അതും ഇതുമൊക്കെ ചെയ്യുക. ഈ വഖഫ് വിഷയം നമ്മൾ ഇവിടെ കേന്ദ്രം നമുക്കറിയാം, ഈ വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് വഖഫ് ഭൂമികളെയൊക്കെ പിടിച്ചടക്കുവാനുള്ള BJPയുടെ ഒരു നീക്കം വളരെ വിവാദമായ ഒരു നീക്കമായിരുന്നു. അതിന് ഇടക്കാണ് ഇവർക്ക് ഇപ്പം മുനമ്പം വഖഫ് വിഷയം വീണ് കിട്ടുന്നത്. അപ്പോ ഇദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ കേരളത്തിൽ പോയി ഈ വഖഫിലൊക്കെ ഒന്ന് ഇടപെട്ട് കുറച്ച് വിഷമൊക്കെ കലർത്തി പ്രസംഗിക്കുകയൊക്കെ ചെയ്ത് അവിടെ ഒന്ന് ഡിവൈഡ് ഉണ്ടാക്കി ജനങ്ങൾക്കിടയിൽ ഒന്ന് കലക്കാൻ നോക്കൂ. അതിനു പകരം നിങ്ങൾ ഇങ്ങനെ സിനിമ ചെയ്യണം. ഇതൊന്നല്ല BJPക്കാരുടെ ഒരു രീതി എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് സേവനം ചെയ്യലോ അല്ലെങ്കിൽ നല്ലത് സംസാരിക്കലൊന്നും അല്ല. പ്രധാനമന്ത്രി തന്നെ BJP കേന്ദ്ര നേതൃത്വം തന്നെ ഇദ്ദേഹത്തെ വിളിച്ചത് പറഞ്ഞപ്പോൾ അങ്ങനെ ഇദ്ദേഹം ആ വർക്കും കിട്ടിക്കൊണ്ട് ആ ജോലിയും ഏറ്റെടുത്ത് കേരളത്തിൽ വന്ന് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് സംസാരിച്ച ഒരു സംസാരമാണ് നിങ്ങൾ കേട്ടത്. ഈ വഖഫ് ബോർഡിനെതിരെ ഇദ്ദേഹത്തിന് അറിയുമോ വഖഫ് എന്താണെന്ന്? ഒരു മുസ്ലിം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്ന ഒരു ഭൂമി, അത് പിന്നെ മുസ്ലിമീങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുവാനുള്ളതാണ്. അദ്ദേഹത്തിന് പിന്നെ സ്വന്തമല്ല എന്നുള്ളതാണ്. അതായത് ഒരാളൊരു ഒരു ഒരു ഭൂമി, ഒരു പള്ളി എടുക്കുവാൻ വേണ്ടി ഭൂമി വഖഫ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ പള്ളി എടുക്കുകയും സാധാരണക്കാരായ എല്ലാ മുസ്ലിമീങ്ങളും അവിടെ വന്ന് നിസ്കരിക്കുകയും അവരുടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിൽ തന്നെ വെച്ച് വഖഫ് ചെയ്തു കഴിഞ്ഞാലും അത് വഖഫാകുമെന്നുള്ളതാണ്. പിന്നെ നമ്മുടെ രാജ്യത്ത് നിയമവ്യവസ്ഥക്കുള്ളിൽ വരാൻ വേണ്ടി നിയമപരിരക്ഷ ഇത്തരം വിഷയങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഒരു വഖഫ് ബോർഡ് ഉണ്ടായതും അതുപോലെ വഖഫ് ബോർഡിലേക്ക് ഇത്തരം ഭൂമികളും സ്ഥാപനങ്ങളൊക്കെ പള്ളികളുമൊക്കെ രജിസ്റ്റർ ചെയ്യുന്നതും. ഇനി ഇദ്ദേഹം ഈ വഖഫ് ബോർഡ് അങ്ങ് എടുത്തു കളയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ രാജ്യത്ത് കോടിക്കണക്കിന് രൂപ വില വരുന്ന വഖഫ് സ്വത്തുകൾ ഉണ്ട് എന്നുള്ളതാണ്. അത് കണ്ടാണ് വഖഫിൽ നിയമ ഭേദഗതി വരുത്തി ഇതൊക്കെ കുറെ തട്ടിയെടുത്തു കളയാമെന്ന് ഇവിടുത്തെ ഗവൺമെന്റ് തീരുമാനിക്കുന്നത്. ഏതായാലും ഇദ്ദേഹം അതിൽ ഇപ്പൊ കേരളത്തിൽ വന്ന് ഇത്തരത്തിലൊക്കെ പ്രസംഗിക്കുന്ന സമയത്ത് കേരളത്തിലെ ജനങ്ങൾ ഈ ഉത്തരേന്ത്യൻ സ്റ്റൈലും ഈ അവഹേളനവും ഈ പുച്ഛിക്കലും ഈ ഒന്നുമല്ലാത്ത ഒരു സംസാര രീതിയും വിഷം ചീറ്റലും ഒന്നും ഇഷ്ടപ്പെടില്ലെന്ന കുറഞ്ഞത് ഇദ്ദേഹം ഒന്ന് ചിന്തിക്കേണ്ടിയിരുന്നു. ഇദ്ദേഹം ഒരു സിനിമാ നടനും മറ്റുമൊക്കെ ആകുമ്പോൾ ഇദ്ദേഹം എപ്പോഴും കരുതുന്നത് ഈ സാധാരണ ജീവിതം ഒരു സിനിമയാണെന്ന് കരുതിയാണ് ഇദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. സിനിമയിൽ എന്നെ സ്വീകരിക്കുന്നത് പോലെ ഭരചന്ദ്രൻ IPS ഓടിയതുപോലെ എന്നെ അങ്ങ് വാരി പുതറും ജനങ്ങൾ എന്നൊക്കെ കരുതിയുള്ള ഒരു ജീവിതമാണ് ഇദ്ദേഹത്തിൻ്റെത്. ഇക്കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കറിയാം, ഇന്നലെ പോലും തലസ്ഥാനത്ത് ഇദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾക്കെതിരെ പത്രപ്രവർത്തകരുടെ സമരം പോലും നടന്നു എന്നുള്ളതാണ്. കാരണം ഈ വഖഫ് വിഷയത്തിൽ 24ന്റെ ഒരു പ്രതിനിധി ഇദ്ദേഹത്തോട് പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹത്തെ ആട്ടി ഓടിക്കുകയും റൂമിലേക്ക് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തുകയും തൻ്റെ ഗൺമാനെ അരികത്ത് നിർത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തി വിട്ടു എന്നുള്ളതാണ്. ഒരു കേന്ദ്രമന്ത്രി, ഒരു BJP കേന്ദ്രമന്ത്രി എത്തരത്തിൽ ആകും ഉണ്ടാവുക എന്നുള്ളതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇദ്ദേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്തെങ്കിലും ഒന്ന് പത്രങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു വിവരവുമില്ലാത്ത അവരെ അവഹേളിക്കുന്ന പത്രപ്രവർത്തകരോട് കയറി സംസാരിക്കുന്ന ചൂടാവുന്ന ഒരു രീതിയിലുള്ള സംസാരം ആണ് ഇദ്ദേഹം ഈ മന്ത്രിയായതിന് ശേഷം ഇക്കാലം അത്രയും ചെയ്തത്. കാര്യം കൃത്യമായി ഒരു വിലയിരുത്തലോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു അഭിപ്രായമോ പറഞ്ഞ ചരിത്രം ഈ സുരേഷ് ഗോപിക്കില്ല എന്നുള്ളതാണ്. ഇദ്ദേഹം ഇങ്ങനെ മതങ്ങളെ അവഹേളിക്കുക, അതുപോലെ മീഡിയ വണ്ണാണോ എന്നൊക്കെ ചോദിച്ച് ചാനലുകളെ അവഹേളിക്കുക, പൂട്ടിക്കുമെന്ന് പറയുക, ഭീഷണിപ്പെടുത്തുക, ഓടിക്കുക, ഇത്തരത്തിലൊക്കെയുള്ള പ്രവർത്തനങ്ങളാണ് ഇദ്ദേഹം ഈ ഇദ്ദേഹത്തിൻ്റെ വിജയം തന്നെ തൃശ്ശൂർ പൂരം കലക്കിക്കൊണ്ടാണെന്ന് വിവാദമായി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ വയ്യാവേലകളൊക്കെ ഇദ്ദേഹം ഏറ്റെടുത്ത് വെക്കുന്നത്. വിജയം തന്നെ വിവാദത്തിലാണ്. അതിൻ്റെ ഒരു പ്രശ്നം മറ്റൊരു വശത്ത് കിടക്കുന്നുണ്ട്. ഈ ആംബുലൻസിൽ ഞാൻ അവിടെ വന്നിട്ടില്ല എന്നാദ്യം പ്രസംഗിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അവിടെ വന്നിരുന്നു ആംബുലൻസിൽ എന്ന് പ്രസംഗിച്ചു. ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു, എന്നെ എടുത്തോണ്ട് കൊണ്ടുപോയതാണ്, അതുകൊണ്ടാണ് ആംബുലൻസിൽ വന്നത് എന്നൊക്കെയുള്ള വീണുരുളുക, കളവ് പറയുക, വിഷം ചീറ്റുക,
മതങ്ങളെ തമ്മിലടിപ്പിക്കുക, ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരു കേന്ദ്രമന്ത്രിയെയാണല്ലോ ആദ്യമായി തന്നെ നമുക്ക് ഈ കേരളത്തിൽ നിന്ന് വിജയിപ്പിച്ചു വിട്ട ഒരു സാധനം ഇത്തരത്തിലായിപ്പോയല്ലോ എന്നുള്ള ഒരു വിഷമം കേരളത്തിലെ ജനങ്ങൾ എന്ന നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളത് ഇദ്ദേഹം മനസ്സിലാക്കിയാൽ നന്നാവും. ഇനിയെങ്കിലും ഇദ്ദേഹത്തിന് പക്വതയോടുകൂടെ പെരുമാറുവാൻ നമ്മുടെ കേരളത്തിലെ മറ്റ് ഇദ്ദേഹത്തിൻ്റെ നേതാക്കൾ പറഞ്ഞു കൊടുത്താൽ നന്നായിരുന്നു എന്ന് മാത്രമാണ് ഇദ്ദേഹത്തോടൊക്കെ പറയാനുള്ളത്. ഇങ്ങനെ വിഷം ചീറ്റലും ഇങ്ങനെ ഡിവൈഡ് ചെയ്യലും ഇതൊക്കെ ഇവിടെ വിലപ്പോവുകയില്ല. ഇദ്ദേഹത്തിന് കേന്ദ്രത്തിൽ പോയി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇദ്ദേഹം ഇവിടെ ഒരു മലയും മറിക്കാൻ പോകുന്നില്ല. ഇദ്ദേഹം വിചാരിച്ചതുപോലെ സിനിമയല്ല ജീവിതം എന്നുള്ളത് ഇദ്ദേഹത്തോട് തുറന്നു പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. തൽക്കാലം വിട. നമുക്ക് വീണ്ടും കാണാം.